നിങ്ങളുടെ കുട്ടികളുടെ ചില ബിഹേവിയേഴ്സ് കാണുമ്പോൾ സ്ട്രേഞ്ച് ആയി തോന്നാറുണ്ടോ? ഇത് എന്തെങ്കിലും പ്രശ്നമാണോ അതോ നോർമൽ ആയിട്ടുള്ള കാര്യമാണോ? ഞാൻ ഇത് വേറെ കുട്ടികളൊന്നും കണ്ടിട്ടില്ല, എന്റെ കുട്ടിക്ക് മാത്രം എന്ത് പറ്റി, ഡോക്ടറെ കാണിക്കണോ, ഇങ്ങനെ കുറെ ഡൗട്ട് ഒക്കെ വരാറുണ്ട്. മിക്കപ്പോഴും ഈ ബിഹേവിയേഴ്സ് എല്ലാം നോർമൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിരിക്കും. അതിൽ നമ്മൾ പേടിക്കാനൊന്നും തന്നെ കാണില്ല. ഇന്ന് ഈ വീഡിയോയിൽ അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ബിഹേവിയേഴ്സിനെ പറ്റിയിട്ടും അതിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ട സാഹചര്യം ഉള്ളത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളത് സംശയത്തോടെ നോക്കേണ്ടത് എന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്നതിലൂടെ നോർമൽ ബിഹേവിയറും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് ബിഹേവിയേഴ്സും അതുപോലെ ഡോക്ടറെ കാണിക്കേണ്ട കാര്യങ്ങളിലേക്ക് എത്തുന്ന കാര്യങ്ങളും എന്തൊക്കെയാണ്, അതിനിടയിലുള്ള വര എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹായ്, ഐ എം ഡോക്ടർ മെഹറിൻ സമദ്. വെൽക്കം ടു മൈ ചാനൽ. ഒന്നാമത്തെ കാര്യം, കുട്ടി ഇങ്ങനെ തല ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും. അതിന് നമ്മൾ ഹെഡ് ബാങ്ങിങ് എന്നാണ് പറയും. കുട്ടികൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് തല തല്ലിക്കൊണ്ടേയിരിക്കും. അത് ബെഡിലാവാം, ചിലപ്പോ ചുമരിലൊക്കെ പോയിട്ട് ഇടിക്കാറുണ്ട്. ഇത് നമ്മുടെ ടോഡ്ലേഴ്സിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിക്കുകയും ചെയ്യും, എന്ത് പറ്റി കുട്ടീനെ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ വിചാരിക്കും. പഠനങ്ങൾ അനുസരിച്ച് 15 മുതൽ 20% വരെ കുട്ടികൾ ഈ ബിഹേവിയർ കാണിക്കുന്നുണ്ട്. സാധാരണ ഒരു 6 മാസത്തിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം തുടങ്ങുന്നത്. ഒരു 1.5 വയസ്സ് മുതൽ 2 വയസ്സ് വരെ ഇത് നന്നായിട്ട് കൂടുതലായിട്ടും വരാറുണ്ട്. ഒന്നാമത്തെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുട്ടികൾക്ക് അവരുടെ വികാരങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാൻ ഇപ്പൊ സാധിക്കുന്നില്ല. കാരണം അവർക്ക് ഭാഷ ഭയങ്കര ലിമിറ്റഡ് ആണ്. ഇതൊക്കെ എങ്ങനെ പറയും എന്നൊന്നും അവർക്ക് അറിയില്ല. അവരുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ, സങ്കടം, ദേഷ്യം, ഇതൊക്കെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്ന് അവർക്കറിയില്ല. ഇപ്പൊ എക്സാമ്പിളിന് നമ്മൾ തന്നെ വേറൊരു നാട്ടിലെത്തി നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആകും. കാരണം നമുക്കൊരു കാര്യം നമ്മൾ വേറൊരു നാട്ടിലെത്തി, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള വികാരം എന്താന്ന് ഒരാളോട് പറയാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും, അല്ലെ? അതേ സിറ്റുവേഷൻ ആണ് ഇവിടെ കുട്ടിക്കുള്ളത്. പതിയെ അവര് ഭാഷ പഠിച്ചു വരുന്ന സമയത്ത് ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത കാരണം കുറച്ചുകൂടി നമുക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നും, ഇതൊക്കെ ഉണ്ടോന്നൊക്കെ തോന്നും. അത് കുട്ടിക്ക് കുറച്ചൊരു കാമിങ് അല്ലെങ്കിൽ ഒരു സുഖം കിട്ടുന്ന ഒരു ഫീലാണ് ഇങ്ങനെ തലയെടുക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനത്തെ ഒരു സൂത്തനിങ് ഇഫക്റ്റ് ഇതിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അവരത് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴാണ് ഈ ഹെഡ് ബാഗിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയി തലയിടിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇഞ്ചുറീസ് സംഭവിക്കുമ്പോൾ കുട്ടി നന്നായിട്ട് ഇടിച്ചിട്ട്, സാധാരണ കുട്ടികൾ ഇങ്ങനെ ഇടിക്കുകയാണെങ്കിൽ അവർക്കൊരു വേദന വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇത് നിർത്തും. അവരൊരിക്കലും അവരെ സ്വന്തമായിട്ട് നന്നായിട്ട് വേദനിപ്പിക്കൊന്നുമില്ല. പക്ഷെ ഇഞ്ചുറീസ് വരികയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കുട്ടി ഇതിനൊരു കളിയായിട്ടാണ് കാണുന്നത്, ആ കുട്ടിയുടെ കളിയുടെ ഭാഗമായിട്ടാണ് ആ കുട്ടി തലയിടിക്കുന്നത് എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാണ്ട് ഇങ്ങനെ ഒരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോ ഒന്നുമല്ല. പകരം ഒരു ദേഷ്യമോ ഫ്രസ്ട്രേഷനോ ഒന്നും വരുന്ന സിറ്റുവേഷൻ അല്ല, കുട്ടി കളിക്കുന്നതിന് കളി മാത്രമാണത്. അത് കുട്ടി തമാശയായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന്റെ ഒപ്പം തന്നെ വേറെ എന്തെങ്കിലും വ്യത്യസ്തമായ ബിഹേവിയേഴ്സ്, സാധാരണ കാണാത്ത എന്തെങ്കിലും ബിഹേവിയേഴ്സ് കുട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കാം. പിന്നെ കുട്ടി സംസാരിക്കാൻ പഠിച്ചു എന്നിട്ട് പോലും ഇതേ സ്വഭാവം ഇതേ രീതി വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം, ഡ്രസ്സ് ഇടാൻ മടിയാണ്. കുട്ടികൾക്ക് ഇങ്ങനെ നോങ്ങ് ഡ്രസ്സൊന്നും ഇടാണ്ട് ഇങ്ങനെ ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കാണുന്നത് ഭയങ്കര രസമാണല്ലോ, അല്ലെ? ഈ ആൾക്കാരൊക്കെ ഡ്രസ്സ് ഇടണം എന്നൊന്നും മനസ്സിലാക്കാനുള്ള ബോധമൊന്നും അവർക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഇത് എപ്പോഴൊക്കെയാണ് നമ്മൾ ബോധവടാവേണ്ടത്, ശ്രദ്ധ പുലർത്തേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ എപ്പോ ഡ്രസ്സ് ഇടാൻ പോകുമ്പോഴും കുട്ടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇടാൻ തന്നെ ഒരുപാട് സമയം നമ്മൾ അതിനു വേണ്ടി ചെലവാക്കേണ്ടി വരും. അങ്ങനെ കുട്ടീനെ മൽപ്പിടുത്തമാണ് ഭയങ്കരമായിട്ട്. കുറച്ചൊക്കെ ഉണ്ടാവും, പക്ഷെ ഭയങ്കര കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് കുട്ടിക്ക് ഡ്രസ്സ് മാറ്റണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ കുട്ടി ഇടക്കിടക്ക് അവിടെ ഇവിടെ ചൊറിഞ്ഞിങ്ങനെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് ചൊറിഞ്ഞു തരാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ഭയങ്കര ലൂസാണ് ടൈറ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലൊക്കെയാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ കുട്ടിക്ക് ആ ഫാബ്രിക് ഇഷ്ടമുണ്ടാവില്ല. നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ, പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഒരാൾ ഡ്രസ്സ് തന്നു, ആ ഡ്രസ്സ് നമ്മൾ ഇട്ട് നോക്കി, പക്ഷെ നമുക്ക് ആ ഫാബ്രിക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും ആ ഡ്രസ്സിൽ. കാരണം കുട്ടികളുടെ കാര്യത്തിൽ
അവരല്ല ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത്, നമ്മളാണ് അവർക്കുള്ളത് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരായിട്ട് ചൂസ് ചെയ്യുന്ന കാര്യമില്ല. അപ്പൊ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കുട്ടികൾ കഴിയുന്നതും സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആയിട്ടുള്ള ഡ്രസ്സസ് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഞാൻ എൻ്റെ മോൾക്കൊക്കെ കോട്ടൺ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ. മൂന്നാമത്തെ കാര്യം, ഈ വായിലേക്ക് ഊരുന്നിടുന്ന ആവശ്യമില്ല. അതിനാണ് മൗത്തിങ് ഓർ മഞ്ചിങ് ഓഫ് ഐറ്റംസ് എന്ന് പറയാം. സാധാരണ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. കാരണം അവർ ഫൈൻ മോട്ടോർ സ്കിൽസ്, ഫൈൻ മോട്ടോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാനുള്ള, കാലും കൈ അനക്കുന്നതും നടക്കുന്നതും അതുപോലെ തന്നെ മുട്ടുകുത്തുന്നതും ഒന്നുമല്ല, പകരം ഈ രണ്ട് കൈയിലൂടെ സാധനങ്ങൾ കൈമാറുക, വായയിലേക്ക് ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കുറച്ചൊരു ഫൈൻ ആയിട്ടുള്ള മൂവ്മെന്റ്സിന് ഡെവലപ്മെന്റ് നന്നായി നടക്കാത്ത ഒരു പ്രായത്തിലാണ് കൂടുതലായിട്ട് ഈ മൗത്തിങ് കാണുന്നത്. ഒപ്പം തന്നെ കുട്ടിക്ക് ഈ ടീത്തിങ്, പല്ല് വരുന്ന സമയത്ത് കുട്ടി വായിൽ കൈയിടും. കാരണം അവർക്ക് അത് ഭയങ്കര പെയിൻഫുൾ ആണ്. പക്ഷെ ടീത്തിങ് കാരണം, അല്ലെങ്കിൽ പല്ല് വരുന്നത് കാരണം ഉള്ള മൗത്തിങ് ആണെങ്കിൽ അത് കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ. കാരണം ആ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് വരുന്നതിന് തൊട്ട് മുമ്പ് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ, പല്ല് വന്ന് കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അത് മാറിപ്പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള മൗത്തിങ് ആണെങ്കിൽ അത് താനെ മാറിക്കോളും. 1.5 വയസ്സായിട്ടും കുട്ടി കണ്ടതും പിടിച്ചതും എല്ലാം തന്നെ വായിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ പോയി കാണണം, അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിനെ പോയി കാണണം. അപ്പൊ തെറാപ്പിസ്റ്റ് അത് കുട്ടിക്ക് സെൻസേഷന്റെ പ്രശ്നങ്ങളാണോ അതോ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങളാണോ എന്ന് നോക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് കുട്ടീനെ നമ്മളത് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരും. 4ാമത്തെ കാര്യം, നമുക്ക് പബ്ലിക്കായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ കുട്ടികൾ പാന്റിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് പ്രൈവറ്റ് പാർട്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നൊരു സംഭവം. അത് വളരെ കോമൺ ആയിട്ട് കാണുന്നതുമാണ്. പക്ഷെ ഇത് 6 വയസ്സിന് താഴെ കുട്ടികൾക്ക് വളരെ നോർമലാണ്. അവരെ സ്വന്തം ബോഡിയോടുള്ള ക്യൂരിയോസിറ്റി കാരണമാണ് അവരുടെ ബോഡി എക്സ്പ്ലോർ ചെയ്യുന്നതാണ് സംഭവം. നമ്മളത് കണ്ടു കഴിഞ്ഞാൽ സമാധാനപ്പെടുക, അല്ലാണ്ട് നേരെ പോയിട്ട് മാറ്റി ചെയ്യല്ലേ എന്നൊന്നും പറയാൻ നിൽക്കരുത്. അപ്പൊ ഇതെങ്ങനെ ഒഴിവാക്കാന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ആ കുട്ടിയുടെ ശ്രദ്ധ തിരിക്കുക, വേറെ എന്തെങ്കിലും ടോയ്സ് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അമ്മ സംസാരിക്കുമ്പോഴോ അതിനോട് സംസാരിപ്പിക്കുമ്പോഴോ ഒക്കെ നമ്മളിങ്ങനെ ഒന്ന് ഡീവിയേറ്റ് ചെയ്യാം, മൈൻഡിൽ ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിൽക്കും. പബ്ലിക്കായിട്ട് കുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടീനെ അവിടുന്ന് മാറ്റി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് ഒരിക്കലും അവിടെയൊന്നും പബ്ലിക്കായിട്ട് തൊടുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും അത് ചെയ്യരുത്, നിർത്ത്, അങ്ങനെ ചെയ്യല്ലേ എന്നൊന്നും പറയരുത്. കാരണം അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് എന്തോ ഷെയിമാണ്, അത് നാണക്കേടാണ്, മോശമാണ് എന്നൊക്കെ ഒരു വികാരം വരും. അത് പാടില്ല. പക്ഷെ ഇത് നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ ബിഹേവിയർ, ഈ പ്രൈവറ്റ് പാർട്സ് തൊടുന്ന ഈ ബിഹേവിയർ കുട്ടിയുടെ ബാക്കിയുള്ള ഇൻട്രസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതിന് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണിക്കാണ്ട് ഇപ്പൊ ഇതിൽ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ടോയ്സ് ഇട്ട് കളിക്കുക, ബാക്കി ഫ്രണ്ട്സിനോട് സംസാരിക്കുക, വീട്ടിലുള്ളവരോട് സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളിനേക്കാൾ കൂടുതലായിട്ട് കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ കാര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. 5ാമത്തെ കാര്യം, കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല. വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന കാര്യമാണ്. കുട്ടി പുതിയൊരു ഫുഡ് കൊടുത്തപ്പം നോ, വേണ്ട പറഞ്ഞു, അല്ലെങ്കിൽ മുമ്പ് കഴിച്ചുകൊണ്ടിരുന്ന ഫുഡാണ് പക്ഷെ ഇപ്പൊ അത് വേണ്ട, അങ്ങനെ ഒരു കാര്യം വളരെ കോമൺ ആയിട്ട് കാണും. എന്റെ മോർക്കും നല്ലോണം ഉള്ള ഒരു കാര്യമാണ്. 1.5 മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾ വളരെ നന്നായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെ നമ്മൾ നിയോഫോബിയ എന്നാണ് വിളിക്കുന്നത്. കുട്ടികൾ വളരുന്നതിനനുസരിച്ച് അതിന്റെ കളറും അതിന്റെ ഭംഗിയൊക്കെ നോക്കിയിട്ടാണ് ഫുഡ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നോ പറയും. ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ കഴിക്കാത്ത സാധനമാണെങ്കിൽ പോലും കുട്ടി കഴിച്ചു പോകും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ ഫുഡ് കൊടുത്തു നോക്കുക. പക്ഷെ ഒരിക്കലും കുട്ടീനെ പ്രഷറൈസ് ചെയ്ത് കഴിക്കുക എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കരുത്. കാണിച്ചു കൊടുക്കുക കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കണ്ട് കുട്ടി അത് ഫെമിലിയർ ആയിട്ട് വരുമ്പോൾ കഴിക്കും. ഇപ്പൊ എന്റെ മോനാണെങ്കിൽ ആദ്യം ഓറഞ്ച് കഴിക്കില്ലായിരുന്നു, ഓറഞ്ച് കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പൊ ഞാനൊക്കെ വിചാരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഫുഡാണ്, എന്നിട്ട് പോലും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ കഴിക്കുമ്പോൾ ഓറഞ്ച് ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കും. അങ്ങനെ റിപ്പീറ്റഡ് ആയി കണ്ട് ഇപ്പൊ അവന് ഓറഞ്ച് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഞാൻ ഈ വീഡിയോയിൽ 5 കോമൺ ആയിട്ട് കാണുന്ന ബിഹേവിയേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങളെ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് അത് ശ്രദ്ധിക്കേണ്ടത് എന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.